അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് എപ്പോൾ സർജറി ചെയ്യണം എന്നുള്ളത്. അത് ഭയങ്കര ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ ഒരുപാട് സയന്റിഫിക് റീസണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പല സ്റ്റഡീസും പറയുന്നത് ACL റീകൺസ്ട്രക്ഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. സത്യമാണത്, അതിൻ്റെ ആവശ്യമില്ല. ഒരു കൂട്ടർ ആൾക്കാർ പേഷ്യൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അവർ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, പ്രൊഫഷണലായിട്ട് കളിക്കുന്നവരുണ്ട്. പക്ഷേ ACL കംപ്ലീറ്റ് പോയതാണ്. അത് അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല, അവരെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ടു ബി ഫ്രാങ്ക് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയണത്. പിന്നെ രണ്ടാമത്തെ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്ക് ACL ലിഗമെന്റ് പോയി കഴിഞ്ഞാൽ തേയ്മാനം പെട്ടെന്ന് വരും എന്നുള്ളതാണ്. എല്ലുകൾക്കുള്ള തേയ്മാനം സത്യമാണ്, സംഭവിക്കും എന്നല്ല, സംഭവിക്കാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ACL ലിഗമെന്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട എക്സസൈസുകളോ ബാക്കി മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ, മുട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്തില്ല എന്ന് വെക്കുക. ഓട്ടോമാറ്റിക്കലി മസിൽസ് വേസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തു, മസിൽസ് വീക്കായി, ജോയിന്റുകൾ തമ്മിലടുത്തു, അപ്പോൾ തേയ്മാനം സംഭവിക്കും. ഇതെല്ലാതെയും റീസൺസ് ഉണ്ട്, പക്ഷെ ഇതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് സംഭവിക്കുന്നത്. നമ്മുടെ തന്നെ എക്സാമ്പിൾസ്, നമുക്ക് തന്നെ ഒരുപാട് പേഷ്യൻസ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുകയാണ്. അവർക്കൊരു ക്ഷമയോട് കൂടി ഇരിക്കാവുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ദർ ഇസ് നത്തിങ് റോങ്. ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ നമ്മൾ സർജറി നീട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതർവൈസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സ് വെയിറ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അതിന് വേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഇതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന കുറേ ലേറ്റസ്റ്റ് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സർജറി തന്നെ ഒഴിവാക്കാൻ പറ്റിയേക്കാം. എന്തായാലും എമർജൻസി ആയിട്ട് ഇന്ന് അപകടം പറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ സർജറി ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനല്ല ACL ഇഞ്ചുറി.